രാജ്യത്ത് ഏറ്റവും വലിയ വർഗീയ വിഷം ചീറ്റുന്ന മുഖ്യമന്ത്രി എന്ന പേര് സമ്പാദിച്ച അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ആപ്പീസ് പൂട്ടാൻ പോവുകയാണ്. ഒരാഴ്ച മുൻപ് നമ്മൾ ചെയ്ത വാർത്ത പോലെ അസമിൻ്റെ കോൺഗ്രസ് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ലോകസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്. നമുക്കറിയാം, കേരളത്തിനൊപ്പം 2026 കോൺഗ്രസ് പോരാട്ടത്തിനിറങ്ങുന്ന അസമിൽ ഗൊഗോയിയെ മുന്നിൽ നിർത്തി പ്രചരണത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. വെറും 42 വയസ്സ് മാത്രം പ്രായമുള്ള അതിശക്തനായ നേതാവ് ഗൗരവ് ഗൊഗോയ് മുൻ മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയിയുടെ മകൻ കൂടിയാണ്. അസമിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായെല്ലാം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, അതുപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ നടത്തിയ ചർച്ചയിൽ എല്ലാവരും ഉന്നയിച്ചതും ഇതേ ആവശ്യം തന്നെയായിരുന്നു. വളർന്നു വരുന്ന ഗൊഗോയ് BJPക്ക് വലിയ ഭീഷണിയാകുമെന്ന് അവർ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോറാട്ട് മണ്ഡലത്തിൽ ഗൊഗോയിയെ തോൽപ്പിച്ച് പൂട്ടിക്കെട്ടാൻ BJP അറിയാവുന്ന എല്ലാ അടവുകളും പുറത്തെടുത്തിരുന്നു. പക്ഷേ പൂട്ടിക്കെട്ടാൻ പോയിട്ട് ഗൊഗോയിയുടെ രോമത്തിൽ തൊടാനായിട്ടില്ല BJPക്ക്. അതായത് ലോകസഭയിൽ MP ആയിരുന്ന രേവന്ത് റെഡ്ഡിയെ തെലങ്കാനയിൽ അധ്യക്ഷ സ്ഥാനം നൽകിയതോടെ ഉണ്ടായ കോൺഗ്രസ് തരംഗവും വെറും 1 വർഷം കൊണ്ട് ഭരണകക്ഷിയെ തൂത്തെറിഞ്ഞതും കണ്ട ചരിത്രമുള്ള കോൺഗ്രസിന് ഏറ്റവും മികച്ച ചോയ്സാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗൗരവ് ഗൊഗോയ് MP. ഒരു സംശയവും വേണ്ട, അസം കോൺഗ്രസ് പിടിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോഴത്തെ സീറ്റ് നില പരിശോധിച്ചാൽ തന്നെ നമുക്കത് വ്യക്തമായി അറിയാം. ആകെയുള്ള 226 സീറ്റിൽ 64 സീറ്റ് മാത്രമാണ് BJPക്ക്, അതായത് കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം. കോൺഗ്രസ് 22 സീറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നത് അവിടെ വലിയ കാര്യമാണ്. കാരണം ഇത്രയും വലിയ വർഗീയ വിഷം തുപ്പുന്നൊരിടത്ത് 34% മുസ്ലിം ജനസംഖ്യ ഉള്ളത്. ക്രൈസ്തവർ വേറെയുമുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ന്യൂനപക്ഷമുള്ള ഒരിടത്ത് BJPയുടെ കിരാതഭരണം അവസാനിപ്പിക്കാൻ മതേതര കക്ഷിയായ കോൺഗ്രസിന് കൈകൊടുക്കേണ്ടുന്നതിന് പകരം പല പാർട്ടികളായി അവർ വിഭജിച്ചു നിൽക്കുകയാണ്. 100 കണക്കിന് പാർട്ടികളാണ് ഈ ചെറിയ സംസ്ഥാനത്തുള്ളത്. എന്നാൽ അവരെയെല്ലാം BJPയുടെ, പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ ഭരണത്തിനെതിരെ അണിനിരത്താൻ, എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ഏറ്റവും മിടുക്കനായ നേതാവാണ് ഗൗരവ് ഗൊഗോയ്. അതിനപ്പുറത്തൊരു ചോയ്സ് കോൺഗ്രസിനില്ല. എല്ലാവരെയും വിഘടിപ്പിച്ചപ്പോൾ തന്നെ BJPക്ക് കിട്ടിയത് പകുതിയോളം സീറ്റുകൾ മാത്രമാണ്. എന്നാൽ BJP വിരുദ്ധർ എല്ലാവരും ഒന്നിച്ചാൽ അവരുടെ പൊടി കാണില്ല. അവിടെ വിഘടിച്ചു നിൽക്കുന്നവർ എല്ലാവരും ഒന്നിച്ചാൽ തന്നെ അസാമിൽ ഈ ശർമ്മ നിലംപൊത്തും. ന്യൂനപക്ഷങ്ങളെ വിമർശിക്കുന്ന BJP നേതാക്കൾ അനേകമുണ്ട് ഈ രാജ്യത്ത്. അത് അവരുടെ പണിയാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങളെ പച്ചയ്ക്ക് പുലഭ്യം പറയുകയും അതുവഴി രാഷ്ട്രീയം ലാഭം നേടുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി ഈ മതേതര രാജ്യത്തിന് അപകടമാണ്. എല്ലാ മതക്കാർക്കുമുള്ളൊരു അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഈ രാജ്യത്ത് ഒരിടത്ത് മാത്രം MLA-മാർക്ക് നിസ്കരിക്കാനുള്ള സമയം പോലും എടുത്തു കളഞ്ഞത് വലിയൊരു സംഭവമാണ്. അങ്ങനെയുള്ള സംഭവം നടന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിമാരെ മാറ്റേണ്ടത് ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, മതേതരം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്. ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ഇനി അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അതിന് തടയിടുന്നതിന് വേണ്ടിയാണ് ഗൗരവ് ഗൊഗോയ് എത്തിയിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള വെറുമൊരു PCC അധ്യക്ഷനായിട്ടല്ല, ഒരു സംസ്ഥാനത്തെ തന്നെ വലിയ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ജന്മമെടുക്കുന്ന ഒരു അവതാരമായിട്ട് തന്നെ ഗൗരവ് ഗൊഗോയിയെ കാണുന്നവരും അസമിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം.